വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് VFAയുടെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നവർ ഒന്നാമത്തെ മോക്ക് ടെസ്റ്റ് എഴുതിയതിനു ശേഷം രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മന്ത്ലി ഫീസാണ് വരുന്നത്. 99 രൂപയാണ് മാസം വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്ട്, ഡെയിലി എക്സാം, SCRT, NCRT, ഓൾഡ് ആൻഡ് ന്യൂ ഇത് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനാണ്. 10th പ്രിലിംസിൻ്റെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ദേ ആർ ടോക്കിംഗ് ഡാഷ് ദ വേൾഡ് കപ്പ് ഫുട്ബോൾ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പരമാവധി അംഗീകരിക്കപ്പെട്ട ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര? മൂന്നാമത്തെ ചോദ്യം: ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? നാലാമത്തെ ചോദ്യം: ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പേഴ്സൺ ഹൂ ലവ്സ് ബുക്ക്. അഞ്ചാമത്തെ ചോദ്യം: ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഡാഷ് സൺഡേ. ആറാമത്തെ ചോദ്യം: ചുവപ്പ് നാട എന്ന നോവൽ രചിച്ചത് ആര്? ഏഴാമത്തെ ചോദ്യം: ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. എട്ടാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രവും ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്കുമായ നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ഒൻപതാമത്തെ ചോദ്യം: തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? പത്താമത്തെ ചോദ്യം: സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? പതിനൊന്നാമത്തെ ചോദ്യം: പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പന്ത്രണ്ടാമത്തെ ചോദ്യം: ഒറ്റയാനെ കണ്ടെത്തുക. ചതുരം, ത്രികോണം, ദീർഘചതുരം, ക്യൂബോയിഡ്. പതിമൂന്നാമത്തെ ചോദ്യം: ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? പതിനാലാമത്തെ ചോദ്യം: 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയൽ എന്ന ചിത്രം വരച്ചത് ആര്? പതിനഞ്ചാമത്തെ ചോദ്യം: 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? പതിനാറാമത്തെ ചോദ്യം: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? പതിനേഴാമത്തെ ചോദ്യം: സൈബർ ഭീകരവാദവുമായി ബന്ധപ്പെട്ട IT ആക്ട് സെക്ഷൻ? പതിനെട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? പത്തൊൻപതാമത്തെ ചോദ്യം: 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? 20ാമത്തെ ചോദ്യം: ഹിമാനികളുടെ കനമേറിയ ഒരു നിക്ഷേപ ഭൂരൂപം ഏത്? 21ാം ചോദ്യം: ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ? 22ാമത്തെ ചോദ്യം: ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? 23ാമത്തെ ചോദ്യം: പൂക്കൾക്കും ഇലകൾക്കും മഞ്ഞ നിറം നൽകാൻ കാരണമായ വർണ്ണകം? 24ാം ചോദ്യം: ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? 25ാം ചോദ്യം: ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ ഉത്തരവെല്ലാം കിട്ടിക്കാണും. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ദേ ആർ ടോക്കിംഗ് ഡാഷ് വേൾഡ് കപ്പ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ ചിന്തയുടെ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? ഏതാ ഉപയോഗിക്കുക? എബൌട്ട്. ഓക്കെ, ഏതാണ് ഉപയോഗിക്കുക? എബൌട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത്
എന്തിനേയും കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി ദേ ആർ ടോക്കിംഗ് ഡാഷ് ദ വേൾഡ് കപ്പ്. എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ഫുട്ബോളിനെ കുറിച്ച്, വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എബൌട്ട്. ഓക്കെ, എന്തെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ പറ്റി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എബൌട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അവർ വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അടുത്ത് ആഫ്റ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആഫ്റ്റർ, ശേഷം. ആഫ്റ്ററിൻ്റെ അർത്ഥം എന്താ? ശേഷം. ഓർത്തേക്ക്, ആഫ്റ്റർ, ശേഷം. ഓക്കെ, അടുത്ത് എബോ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകളിൽ. ഓക്കെ, എബോ, മുകളിൽ. എ മാനേജർ റാങ്ക്സ് എബോ എ ക്ലർക്ക്. ഓക്കെ, ഉദാഹരണം. അല്ലെങ്കിൽ ആഫ്റ്ററിന് എന്താ ഒരു ഉദാഹരണം പറയാം? സ്മൃതി ഈസ് ദ നെക്സ്റ്റ് ഇൻ ദ ക്യൂ ആഫ്റ്റർ പൂജ. ഓക്കെ, അടുത്ത് എഗെയിൻസ്റ്റ്. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരായി. എഗെയിൻസ്റ്റ് അർത്ഥം എതിരായി. ഓക്കെ, ഉദാഹരണം എന്താ പറയാം? എന്താ പറയുക? ദേ വോട്ടഡ് എഗെയിൻസ്റ്റ് ദ ന്യൂ പോളിസി. ദേ വോട്ടഡ് എഗെയിൻസ്റ്റ് ദ ന്യൂ പോളിസി. എഗെയിൻസ്റ്റ്, എതിരായി. ഓക്കെ, അടുത്ത രണ്ടാം ചോദ്യം. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പരമാവധി അംഗീകരിക്കപ്പെട്ട ജഡ്ജിമാരുടെ എണ്ണം എത്ര? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ഓപ്ഷൻ ഡി ആണ് 38. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഓക്കെ, മറന്നു പോരുത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65. ഓക്കെ, മറന്നു പോരുത്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? H.J. കനിയ. ഓക്കെ, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് H.J. കനിയയും നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സൂര്യകാന്ത്. ഓക്കെ, സൂര്യകാന്ത് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. മറന്നു പോരുത്. ആദ്യ വനിതാ ജഡ്ജി ആരാ? ഫാത്തിമ ബീബി. ഓക്കെ, ആദ്യ വനിതാ ജഡ്ജി ചോദിച്ചാൽ ഫാത്തിമ ബീബി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. മറന്നു പോരുത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാ? ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. മറന്നു വരുത്. അങ്ങനെയാണെങ്കിൽ നീലഗിരികളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നതാണ് ഏത്? ദോഡാബേട്ട. നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ദോഡാബേട്ട. ദോഡാബേട്ടയുടെ ഉയരം എത്രയാണ്? 2637 മീറ്റർ. 2637 മീറ്റർ. മറന്നു പോരുതോ. ഓക്കെ, അപ്പോൾ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി എന്നറിയപ്പെടുന്ന ഏതാണ്? ദോഡാബേട്ടയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി എന്നറിയപ്പെടുന്ന ദോഡാബേട്ട. ഓക്കെ, അടുത്ത ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പേഴ്സൺ ഹൂ ലവ്സ് ബുക്ക്. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളിനെ എന്ത് പേരിൽ അറിയപ്പെടും? ഒറ്റ വേർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ബിബ്ലിയോഫൈൽ. ഓക്കെ, ബിബ്ലിയോഫൈൽ. ഓക്കെ, അടുത്ത നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഒമിനിസെൻ്റ്. ഒമിനിസെൻ്റ് എന്നാ എല്ലാം അറിയുന്നവൻ. ഓൺ ഹു നോ എവരിത്തിങ്. എല്ലാം അറിയുന്നവനെയാണ് ഒമിനിസെൻ്റ് എന്ന് പറയുന്നത്. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന. ഓൺ ഹു യൂസ് അല്ലെങ്കിൽ യൂസ് സെവറൽ ലാംഗ്വേജസ്. ഓക്കെ, അടുത്ത് ഒമിനിപൊട്ടൻ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒമിനിപൊട്ടൻ്റ് ഹാവിങ് അൺലിമിറ്റഡ് പവർ. ഓക്കെ, സർവശക്തനായ ഒരു വ്യക്തി എന്ന് പറയും ഒമിനിപൊട്ടൻ്റ് എന്ന് പറയും. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഡാഷ് സൺഡേ. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഡാഷ് സൺഡേ. ഓക്കെ, ഇപ്പോൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് കഴിഞ്ഞ ലാസ്റ്റ് ഞായറാഴ്ച, അവസാന ഞായറാഴ്ച തുടങ്ങി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്ന് ഏത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 4 വരെയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനെ പറയുകയാണെങ്കിൽ, ഓക്കെ, ഫോർ എ 2 വീക്ക്, ഫോർ 5 ഡേയ്സ്. ഓക്കെ, അതിനെന്താ യൂസ് ചെയ്യുക? 4 ആണ് യൂസ് ചെയ്യുക. ഓക്കെ, 2 വീക്ക്, ഫോർ 5 ഡേയ്സ്. എന്നാൽ ഒരു നിശ്ചിത സമയത്തെ കാണിക്കുന്നെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? സിൻസ് ഉപയോഗിക്കുക. സിൻസ് ലാസ്റ്റ് സൺഡേ, സിൻസ് ലാസ്റ്റ് മൺഡേ. അടുത്ത് ക്ലിയർ? അടുത്ത് ആറാമത്തെ ചോദ്യം. ചുവപ്പ് നാട എന്ന നോവൽ രചിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഇ വാസു ആണ് ചുവപ്പ് നാട എന്ന നോവൽ രചിച്ചത്. ഓക്കെ, അപ്പോൾ VKN പ്രത്യേകത. VKN ആണ്
ഹാസ്യ സാഹിത്യകാരനാണ് VK എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആരോഹണം. ഓക്കെ, ആരോഹണം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, ഓർത്തിരിക്കുക. ആരോഹണം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, മറന്നു വരുത്. പിതാമഹൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പിതാമഹൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ജനറൽ ചാത്തൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ജനറൽ ചാത്തൻ. അടുത്ത് വിലാസിനി എന്നറിയപ്പെടുന്ന ആരുടെ തുലികാനാമമാണ് വിലാസിനി? MK മേനോൻ്റെ തുലികനാമമാണ് വിലാസിനി. എന്താ പ്രത്യേകത? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? വിലാസിനി അഥവാ MK മേനോനാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഉള്ളൂരിൻ്റെ പ്രത്യേകത എന്താ? മഹാകവിയാണ് ഉള്ളൂർ. ഉമാകേരളം എഴുതിയ മഹാകവിയാണെന്ന് ഓർത്ത് വയ്ക്കുക. കേരള സാഹിത്യ ചരിത്രം എന്ന കൃതി എഴുതിയത് ഉള്ളൂരാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. ഏതിലാണ് യഥാർത്ഥ ശരിയായ പദം? ഓപ്ഷൻ സി ആണ്, പീഡനം. ഓക്കെ, അടുത്ത് 8ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രവും ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്കുമായ നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ശാന്തസമുദ്രം അഥവാ പസഫിക് ഓഷൻ. മറന്നു വരുന്നത്, ശാന്തസമുദ്രം അഥവാ പസഫിക് ഓഷൻ. ഓക്കെ, അടുത്ത്, എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാ? വത്തിക്കാൻ സിറ്റിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, മാഡം ബ്ലാവസ്കി ആണ്. ഓക്കെ, മറന്നു വരുന്നത്, മാഡം ബ്ലാവസ്കി. 1875 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമാകുന്നത്. ആരൊക്കെ ചേർന്നാണ്? മാഡം ബ്ലാവസ്കിയും അതുപോലെ തന്നെ കേണൽ ഒൾക്കോട്ടും ചേർന്നാണ് ഏത് സ്ഥാപിക്കുന്നത്? തിയോസഫിക്കൽ സൊസൈറ്റി. അത് സ്ഥാപിക്കുന്നത് ന്യൂയോർക്കിലാണെന്ന് ഓർത്തുവയ്ക്കുക. ന്യൂയോർക്കിൽ സ്ഥാപിക്കുന്നു. ഓക്കെ, ന്യൂയോർക്കിൽ സ്ഥാപിക്കുന്നു എന്ന് ഓർത്തുവയ്ക്കുക. 1882 എന്ത് സംഭവിക്കുന്നു? ഈ സംഘടനയുടെ ആസ്ഥാനം എവിടത്തേക്ക് മാറ്റി? ഇന്ത്യയിലെ അടയാർ, ചെന്നൈയിലെ അടയാറിലേക്ക് മാറ്റി. ചെന്നൈയിലെ അടയാർ, മറന്നു വരുത്, അടയാർ. ഓക്കെ, ഈ ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് പ്രധാന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആനി ബെസന്റ്. ആദ്യ വനിതയാണ് ആനി ബെസന്റ്. 1917 ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇവിടെ സ്വാമി വിവേകാനന്ദനുണ്ട്. എന്താ പ്രത്യേകത? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. ഏത് വർഷമാണ്? 1897. ദയാനന്ദ സരസ്വതി ഉണ്ട്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഏത് വർഷം? 1875. മറന്നു വരുന്നത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏതാണ്? ശ്യാം നാരായൺ ചൗക്സി യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ദേശീയഗാനം ആലപിക്കണം, സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്യാം നാരായൺ ചൗക്സി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. എന്നാൽ 2018 എന്ത് ചെയ്തു? ഇതിന് ഈ നിർബന്ധം എന്നുള്ളത് കോടതി എന്ത് ചെയ്തു? ഒഴിവാക്കിയിട്ട് എന്താണ്? ഓപ്ഷണലാക്കി മാറ്റി. ഓക്കെ, നിർബന്ധമില്ല, എന്നാൽ ഓപ്ഷനിലാക്കി. ഈ ആദ്യത്തെ വിധി പ്രകാരം എന്ത് ചെയ്തു? നിർബന്ധമാക്കിയിരുന്നു, എണീറ്റ് നിൽക്കണം, അതുപോലെ നിർബന്ധമാക്കിയിരുന്നു. അടുത്ത 2 കേസുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? KS പുട്ടസ്വാമി കേസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? KS പുട്ടസ്വാമി സ്വകാര്യതയ്ക്കുള്ള അവകാശം. ഓക്കെ, അവകാശം ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ച കേസാണ്. ഇത് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ച കേസാണ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തുമായി ബന്ധപ്പെട്ടാണ്? അതായത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്ന കേസാണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഓക്കെ, അടുത്ത ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ. ലില്ലി തോമസ് ക്രിമിനൽ കേസുകളിൽ 2 വർഷത്തിൽ അതിൽ കൂടുതൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉടനടി അയോഗ്യരാക്കുക ബന്ധപ്പെട്ട് വിധിച്ച കേസാണ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം നോക്കാം. പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ എത്രാമത്തെ ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ ഭാഗത്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓപ്ഷൻ ബി ആണ്, 3ാം ഭാഗത്താണ്
12 മുതൽ 15 വരെയാണ് ഫണ്ടമെൻ്റൽ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? USA. ഏത് രാജ്യത്താണ്? USA എന്നാണ് കടമെടുത്തിരിക്കുന്നത്. മറന്നു പോരുത്, USA എന്നാണ്. ഓക്കെ, അടുത്ത് രണ്ടാം ഭാഗത്തിൽ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച്, പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് രണ്ടാം ഭാഗം. ഓക്കെ, 4 എന്താ പറയുന്നത്? പൗരത്വം ഏത് മുതൽ ഏത് വരെയാണ്? 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ. ഓക്കെ, പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് 5 മുതൽ 11. അടുത്ത് നാലാം ഭാഗത്ത് ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഏത് മുതൽ ഏത് വരെയാണ്? 36 മുതൽ 51 വരെ. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നതാണ്. ഏത് നാലാം ഭാഗത്തിൽ ഏത് മുതലാണ്? 52 മുതൽ 151 വരെ. ഓക്കെ, 52 മുതൽ 150. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ്. ഇതിനകത്ത് ഏതാണ് ഒറ്റയാൻ? ഓപ്ഷൻ ഡി ആണ്, ക്യൂബോയിഡ് ആണ് ഒറ്റയാൻ എന്നത്. ബാക്കിയെല്ലാം എന്താണ്? 2D ആണ്. 2D, അതായത് ലെന്തും ബ്രെഡ്ത്തും കൂടെ ഉള്ളതാണ് നമുക്ക് ഏരിയ കണ്ടെത്താം. പക്ഷേ ക്യൂബോയിഡിന് ലെന്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റും കൂടെയുണ്ട്. ലെന്തിൻ്റെ, ബ്രെഡ്ത്തിൻ്റെ, ഹൈറ്റ്. ഓക്കെ, മൂന്നും ഉള്ളതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. 2 ഭാഗങ്ങൾ, ലെന്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളതാണ്. 2D പിക്ചറുകളാണ് ചതുരം, ത്രികോണം, ദീർഘചതുരം. ഓക്കെ, അടുത്ത 13ാം ചോദ്യം, ബോഡി നയിക്കുന്ന ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 85 ആണ്. ഓക്കെ, പഴയ പേര് NH 49 ആണ്. NH 49 ആണ് പഴയ പേര്. കൊച്ചിയെയും തമിഴ്നാട്ടിലെ ധനുഷ്കോടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH 85 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് NH 744, പഴയ പേരെന്താ? NH 208. പഴയ പേര് NH 208. എവിടെ മുതൽ ബന്ധിപ്പിക്കുന്നു? കൊല്ലം, തിരുമംഗലം ബന്ധിപ്പിക്കുന്നതാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്നതാണ് NH 744. അടുത്ത NH 544 ഏതാ? പഴയ പേര് NH 47 എന്നാണ്. സേലം മുതൽ കൊച്ചി വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ പോകുന്നതാണ് എന്ന് പറയുന്നത് NH 544. അടുത്ത NH 183, പഴയ പേര് 220 എന്നാണ്. ദിണ്ടിഗൽ കോട്ടയമാണ്. ഇത് NH 183. അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയൽ എന്ന ചിത്രം വരച്ചത് ആരെന്നാണ് ചോദ്യം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ആരാണ്? ഓപ്ഷൻ ബി ആണ്, ജോസഫ് നോയൽ പാട്ടൺ ആണ്. ഓർത്തേക്ക്, 1858 വരച്ച ചിത്രമാണ്. 1858 വരച്ച ചിത്രമാണെന്ന് ഓർത്തേക്കുക, മറന്നുവരുത്. ദ റിലീഫ് ഓഫ് ലക്നൗ വരച്ചതാരാ? തോമസ് ജോൺ പാർക്കർ ആണെന്ന് ഓർത്തേക്കുക. ദി റിലീഫ് ഓഫ് ലക്നൗ. ഓക്കെ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരച്ചതാണ് ദ റിലീഫ് ഓഫ് ലക്നൗ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര എന്നാണ് ചോദ്യം. എത്ര മെഡലുകളാണ് നേടിയത്? 5+1, 6 മെഡലുകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 5+1. ഓക്കെ, 5+1. അതിലൊന്ന് എന്ന് പറയുന്ന വെള്ളിയും 5 വെങ്കലവുമാണ്. വെള്ളി നേടിയത് ആരാ? നീരജ് ചോപ്ര. ഏതിലാണ്? ജാവലിംഗ് ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് എന്ത് കിട്ടി? വെള്ളി കിട്ടി. ഓക്കെ, മറന്നു പോരുത്. അടുത്ത് 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ്, USA നടക്കുന്നത്. ലോസ് ഏഞ്ചൽസ്, USA. എത്രാമത്തെ എഡിഷനാണ്? 34ാമത്തെ എഡിഷനാണ്. ഓക്കെ, 1900-ന് ശേഷം ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്ന ഒളിമ്പിക്സ് ആണ് 2028 നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജഗത് പ്രകാശ് നഡ്ഡ. ഓക്കെ, ഇതിനകത്ത് ബാക്കി മന്ത്രിമാർ കൊടുത്തിട്ടുണ്ട്. മൻസുഖ് മാണ്ഡവ്യ ഏത് വകുപ്പാണ്? സ്പോർട്സ്, അതുപോലെ യുവജനകാര്യം, അതുപോലെ തന്നെ സ്പോർട്സ് വകുപ്പ് കൈകാര്യം, കായിക വകുപ്പ്, കേന്ദ്ര കായിക വകുപ്പ്, അതുപോലെ യുവജന വകുപ്പ്, തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്ത മൻസുഖ് മാണ്ഡവ്യാണ്. ഭൂപേന്ദ്ര യാദവ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന? കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ആര്? ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്നത്. ഓക്കെ, കാലാവസ്ഥ വകുപ്പും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഏത് വകുപ്പാണ്? കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആര്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഓക്കെ, അതുപോലെ ടൂറിസവും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത 17ാമത്തെ ചോദ്യം, സൈബർ ഭീകരവാദവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ ആക്ഷൻ
സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 66F ആണ്. ഓക്കെ, ഇതിനകത്ത് കുറേ സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 66B എന്ന് പറഞ്ഞാൽ എന്താ? മോഷണം പോയ മൊബൈൽ കൈവശം വയ്ക്കുകയോ കമ്പ്യൂട്ടറോ മൊബൈലോ കൈവശം കൈവശം വയ്ക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ് കുറിച്ച് പറയുന്നതാണ് 66B എന്ന് പറയുന്നത്. 66C ആണെങ്കിലോ വ്യക്തിത്വ മോഷണം, അതായത് ഡിജിറ്റൽ ഒപ്പുണ്ടല്ലോ, ഡിജിറ്റൽ സൈന്, അതുപോലെ തന്നെ പാസ്വേഡ്, ഇതെല്ലാം ദുരുപയോഗം ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ 66D എന്താ? ആൾമാറാട്ടം. ഓക്കെ, ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട് മാറാട്ടം ചെയ്ത് കമ്പ്യൂട്ടർ വഴി തട്ടിപ്പ് നടത്തുന്നതാണ് സെക്ഷൻ 66D പറയുന്നത്. അടുത്ത 18ാം ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. എല്ലാവർക്കും കിട്ടിക്കാണും. ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, സതി നിർത്തലാക്കുന്നതിൽ വില്യം ബെന്റിങ്ങിനെ സഹായിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 1829 സതി നിർത്തലാക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കാം, മറന്നുപോയത്. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരേതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് വിനോബ ഭാവെയാണ്. ഇന്ത്യയിലെ ഭൂദാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിനോബ ഭാവെ എന്ന് ഓർത്ത് വയ്ക്കുക. ഗാന്ധിജി രണ്ടാമത് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്ത് വയ്ക്കുക, മറന്നുപോയത്, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപഭൂരൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ഹിമാനിയുടെ കനമേറിയ നിക്ഷേപണ ഭൂരൂപം? ഓപ്ഷൻ ബി ആണ് കരേവ. ഓപ്ഷൻ ബി കരേവയാണ്. എന്താണ് കരേവ എന്ന് വെച്ചാൽ എന്താ കരേവ? കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ഹിമാനിയും അതുപോലെ തന്നെ ഹിമാനികളുടെയും അതുപോലെ തന്നെ അപരദന നിക്ഷേപ പ്രക്രിയയിലൂടെ ഫലമായി രൂപം കൊണ്ട കനമേറിയ കളിമൺ എന്താണ് നിക്ഷേപങ്ങളാണ്. ഇത് കളിമണ്ണും അതുപോലെ മണലും കൂടി ചേർന്ന നിക്ഷേപമാണ് എന്ന് പറയുന്നത് കരേവ എന്ന് പറയുന്നത്. ഈ കുങ്കുമപ്പൂ നമുക്കറിയാലോ കാശ്മീരിലാണ്. അപ്പോൾ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഈ കരേവ മണ്ണിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത് കേട്ടോ. അടുത്ത് 21ാം ചോദ്യം, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാൻ സ്പർശിക്കാനും കഴിയാവുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ മനുഷ്യനിർമ്മിത വസ്തു? ഓപ്ഷൻ എ ആണ് മൂലധനമാണ് അഥവാ ക്യാപിറ്റൽ. ഓക്കെ, മൂലധനം അഥവാ ക്യാപിറ്റലാണ്, മറന്നു വരുത്. ഓക്കെ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിദത്തമായ എല്ലാ വിഭവങ്ങളും ചേർന്നാണെന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത്. തൊഴിലെന്ന് പറയാൻ ഉൽപാദനത്തിനായി മനുഷ്യൻ ശാരീരികമായോ മാനസികമായോ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 22ാം ചോദ്യം, ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് കൽക്കരിയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. ഓക്കെ, അത് ഉപയോഗിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നതും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത, കോടിക്കണക്കിന് വർഷങ്ങളെടുത്താൽ മാത്രമേ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന സാധനമാണ് കൽക്കരി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. സൗരോർജ്ജവും അതുപോലെ ജൈവവാതകവും ഭൗമോപൂർജ്ജവും. ഓക്കെ, അടുത്ത 23ാം ചോദ്യം, പൂക്കൾക്കും ഇലകൾക്കും മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് സാന്തോഫിലാണെന്ന്, സാന്തോഫിൽ. അടുത്ത 24 ചോദ്യം, ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒക്കെ അറിയാം. n/n-1/2 ആണ് ഹസ്തദാനം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. n നമുക്കറിയാം, എത്ര? 30 × 30 - 1/2. ഓക്കെ, 30 × 30 - 1 ഓക്കെ എത്രയാണ്? 29/2. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 15 പ്രാവശ്യം. 29 × 29 എത്രയാണ്? 15. 29 × 15 എത്രയാണ്? 9×5 45. 4 5 2 10 14 എന്ന് കിട്ടും. പിന്നെ ഒരു 9 9 ഒരു 2 2. ഓക്കെ, 5 എത്ര? 9 1 10 3 ശിഷ്ട 1. ഓക്കെ, 2 1 3 1 4 435 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 25ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ എന്ന് ചോദിക്കുന്നത്. സംഖ്യ അറിയത്തില്ല, സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ 20/100 എത്രയെന്ന് പറയുന്നുണ്ട്. ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് 500 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20x ഡിവൈഡ് ബൈ 100 ആണ് എത്രയെന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ 20x =
500 ഇൻറ്റു എവിടെ ഡിവൈഡ് ചെയ്ത് 500 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഇൻറ്റു ആവും. ഓക്കെ, 500 ഇൻറ്റു 100 എക്സ് ഈക്വൽ ടു 500 ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന എക്സ് എവിടെ ഇപ്പുറത്ത് വരുമ്പോൾ 20 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, 0 വെട്ടി 10നെ 2 കൊണ്ട് വിട്ടാൽ എത്ര പ്രാവശ്യം 5 പ്രാവശ്യം. 5 ഇൻറ്റു 5 25 ഇൻറ്റു ഇവിടെ 2 0 കൊണ്ട് ചേർക്കുക 2500 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.